ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടേക്കണം. ലൈനിങ് ആദ്യം രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക. മടക്കിയിട്ടിട്ട് ഫ്രണ്ട് വശമാണ് ആദ്യം വെട്ടാൻ പോകുന്നത്. ലെങ്ത്ത് നമുക്ക് വേണ്ടത് 14.5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ച് ലെങ്ത്തിൽ മടക്കി അടിക്കാൻ 1 ഇഞ്ച് വേണം. 15.5 അര ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകാൻ വേണം. അങ്ങനെ 16 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ 13 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6.5 ഇവിടെ അടയാളപ്പെടുത്താം. കൈക്കുഴി 6.5 അടയാളപ്പെടുത്താം. ചെസ്റ്റ് വരുന്നത് കറക്റ്റ് ചെസ്റ്റ് അളവ് 26 ഇഞ്ചാണ്. 26ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ബോഡിയുടെ ലൂസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 30 ഇഞ്ചാണ്. 30ൻ്റെ 4/1 നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ 7.5 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ട് അടയാളപ്പെടുത്താം. അതിനുശേഷം ഷോൾഡർ അടിച്ചു പോകാനുള്ള 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് താഴത്തോട്ട് നമ്മൾ ഷേപ്പ് ലെങ്ത്ത് എടുക്കുകയാണ്. 8.5 ഇഞ്ചാണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഷേപ്പിൻ്റെ വണ്ണം വരുന്നത് ഷേപ്പ് എടുക്കുന്ന സ്ഥലത്തെ വണ്ണം വരുന്നത് 24 ഇഞ്ചാണ്. 24ൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ആഡ് ചെയ്യണം. 3 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 27. 27ൻ്റെ 4/1 6.25. 6.25ൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടുക. ശരീരത്തിൻ്റെ അളവിൻ്റെ കൂടെ നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് എക്സ്ട്രാ 3 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. ലെങ്ത്തിൻ്റെ അവിടെ വരുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അത്രയും തന്നെ 7.5 തന്നെ ഇവിടെ ലെങ്ത്ത് അവസാനിക്കുന്ന ഭാഗത്തും 7.5 മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് സീം അലവൻസ് വേണം. കൈക്കുഴി 1/2 ഇഞ്ച് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്താം. നമുക്ക് കൈ 12 തന്നെ 1 ഇഞ്ച് ലൂസ് ഇട്ട് 13. 6.5 ഇഞ്ച് ഇവിടെ കൈക്കുഴി കിട്ടണം. അവിടെ നോക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ നോക്കുമ്പോൾ 6.5 ഇഞ്ച് ഇവിടെ വരണം. ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കാം. വരിയുന്ന തുണി രണ്ടായിട്ട് മടക്കിയിട്ട് മുന്നേ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ബാക്കിൽ നമ്മളൊരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്കിവിടെ ഹുക്ക് വയ്ക്കാനുള്ള പടി പിടിപ്പിക്കാനുള്ളതാണ്. ബാക്കിലാണ് ഹുക്ക് വയ്ക്കുന്നത്. ഇതിൻ്റെ പടി പിടിപ്പിക്കാനുള്ള 4 ഇഞ്ചിങ്ങനെ ഇടുക. ഇനി ഇത് നമ്മൾ നല്ല തുണിയിലേക്ക് വെട്ടിയെടുക്കാൻ പോവാണ്. ഷോൾഡറെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. നമുക്ക് കഴുത്തിൻ്റെ അകലം 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 2.5 ഇഞ്ച് നമ്മൾ ക്യാൻവാസിൽ അടയാളപ്പെടുത്താണ്. എനിക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 3.5 മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകുമ്പോൾ അതിൽ പോകും. യൂനെക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 2.5 തന്നെയാണ് ബാക്ക് നെക്കിന് എടുത്തത്. ലെങ്ത്ത് വന്നിട്ട് 3 ഇഞ്ച് മതി. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യണം. 3 ഇഞ്ച് വേണമെങ്കിൽ കാരണം ഷോൾഡർ അടിച്ച് 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകാൻ പോകും. ബാക്കിലും യൂണിക്ക് തന്നെയാണ്.
ബാക്ക് നെക്ക് റെഡി ആയിട്ട് നമ്മുടെ ഇത് അയൺ ചെയ്തെടുക്കണം. പിന്നെ അതുമാതിരി നമ്മളോട് ഫ്രണ്ടിലൊരു ചെറിയ ഓപ്പൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയമണ്ട് ആകൃതിയിലുള്ളൊരു ഓപ്പൺ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ ചെയ്യണം. കാലിഞ്ച് പുറത്തേക്കളെ ഒന്ന് വരച്ച് കൊടുക്കും. ചെറിയൊരു ഡയമണ്ടും കൂടി നമ്മളിങ്ങനെ ഒരു ഓപ്പൺ കഴുത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വരാൻ പാകത്തിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാൻവാസ് പൊട്ടി ചൂടാക്കിയിട്ട് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കണം കഴുത്തിൻ്റെ. കറക്റ്റ് ചെരിഞ്ഞൊന്നും പോകാണ്ട്. ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് തേപ്പിട്ട് മുകളിൽ വെച്ച് ഇങ്ങനെ തൊട്ടിരിക്കും. കഴുത്തിൻ്റെ ബാലൻസ് തുണി അങ്ങനെ മടക്കി അടിക്കണം. കഴുത്തിൻ്റെ ഹോളും ഞാൻ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. തുണിയുടെ ചീത്ത വശത്ത് ഇങ്ങനെ ലൈനിങ് അടിച്ചെടുത്തിട്ട് ബാക്കി തന്നെ എക്സ്ട്രാ ആണ് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമ്മളെല്ലാത്തിൻ്റെയും ലൈനിങ് അറ്റാച്ച് ചെയ്ത് തുണിയോട് അറ്റാച്ച് ചെയ്ത് വെച്ചു. ഫ്രണ്ടും ബാക്കും കൈയും എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തടിച്ച് മാറ്റണം. അതിന് നടുഭാഗം ആദ്യം ഷോൾഡറിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കാം. ഇങ്ങനെ നോച്ച് കൊടുക്കാം. അപ്പോൾ കഴുത്തടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഴുത്ത് ഇങ്ങനെ മറിച്ചടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ നോച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല വശത്ത് തുണിയുടെ നല്ല വശത്ത് വെച്ച് നമ്മൾ തുണിയുടെ നല്ല വശത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ നടുഭാഗത്തിന് നോച്ച് കൊടുത്തിട്ട് രണ്ടും കൂടി വെച്ച് ഇവിടെ ഒരു അടിപ്പ് കൊടുക്കാം. കാരണം കഴുത്തടിച്ച് അത് നീങ്ങി പോകാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം കഴുത്തടിച്ച് അടിക്കണം ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ. നമ്മൾ 4 ഇഞ്ച് കഴുത്തടിച്ചതിന് ശേഷം 4 ഇഞ്ച് തയ്യൽ കൊണ്ടിട്ട് വെട്ടി കളയാം. അതിന് ശേഷം ഇങ്ങനെ കഴുത്ത് മറയാൻ എളുപ്പത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കട്ടിങ് കഴുത്തിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കട്ടിങ് കൊടുക്കണം. കഴുത്തിങ്ങനെ മറിച്ച് കഴുത്തടിച്ച് മറിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തേച്ചെടുക്കണം. തേച്ചെടുത്തിട്ട് നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഹോൾ വയ്ക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതിങ്ങനെ ചേർന്ന് വരാൻ പാകത്തിന് കഴുത്തിനോട് ചേർന്ന് വരാൻ പാകത്തിന് ഈ കുനിപ്പ് നമുക്ക് സൂചി വെച്ചിങ്ങനെ ഇത് ചെയ്യാം. കറക്റ്റ് സെൻറ്റർ തന്നെയല്ലേ നമ്മൾ നോക്കാം. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മൾ അടിച്ചിടണം.
ഒരു ഓപ്പൺ കൊടുക്കണം. സെൻറ്റർ പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ടിങ് അങ്ങനെ കട്ട് ചെയ്ത് കളയണം. കുറച്ച് കരുത്ത് പോയി. അതിനുശേഷം നമ്മളിതിങ്ങനെ അകത്തോട്ട് തിരിക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് തേച്ചിട്ട് വരാം. പതിച്ചടിക്കണം. പതിച്ചടിച്ച് ഇമ്പത്തേക്കൂടെ ചേർത്ത് പതിച്ചടിച്ച് ഇവിടെ കുക്ക് വയ്ക്കാനായിട്ട് ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കട്ട് ചെയ്തത് നല്ല വശം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടത് സൈഡിൽ വന്ന ഭാഗം നമ്മൾ കുക്ക് വയ്ക്കാനായിട്ടുള്ളതാണ്. അത് അപ്പോൾ അകത്തേക്ക് അടിച്ച് മറിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് 4 ഇഞ്ച് നമ്മൾ നേരത്തെ കൂടുതൽ വിട്ടുണ്ടായി അടിക്കുക. ഇവിടെ ഒരു 10 ചേർക്കണം. കുക്ക് വയ്ക്കുന്ന ഭാഗം എല്ലാം ഈ നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്തേക്ക്, നല്ല മെറ്റീരിയലിൻ്റെ അകത്തേക്ക് നമ്മൾ കുക്ക് വയ്ക്കാനുള്ള ഈ പടി ഉള്ളിലോട്ട് മറിച്ച് നല്ല ഭാഗത്തേക്ക് കാണാതെ അകത്തേക്ക് നമ്മൾ ആ തുണി മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. അരി പിടിപ്പിക്കുന്ന ഭാഗത്ത് തുണി നമ്മൾ പുറത്തേക്കാണ് അടിക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് ഇങ്ങനെ 4 ഇഞ്ച് വരും. ഇത് ചീത്ത വശത്ത് വെച്ചിട്ട് വേണം അടിക്കാൻ. ബാക്കിലെ കഴുത്ത് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് നടുക്ക് വെച്ച് ഓപ്പൺ ചെയ്യുക. ഇത് 2 രീതിയിൽ കഴുത്ത് പിടിപ്പിക്കാം. ഒന്നല്ലെങ്കിൽ കഴുത്ത് പിടിപ്പിച്ചതിന് ശേഷം നടുക്കുന്ന മുറിച്ച് ഇതടിച്ചാലും മതി. അതിനുശേഷം നമ്മൾ ഒളിഞ്ച് വെട്ടിക്കളയാം. അടിച്ചു കഴിഞ്ഞാണ്ട് കഴുത്ത് ഫിനിഷിംഗ് ആക്കി മറിച്ചടിച്ച് ഈ ഹുക്ക് വയ്ക്കാനുണ്ട്. അതിന് മുമ്പ് കൈ നമുക്ക് ഫിനിഷിംഗ് ആക്കണം. അതുപോലെ അടിയിലും നീളത്തിൽ 2 പീസ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് കൈയുടെ അടിവശം മറിച്ച് ഇവിടെ നിന്ന് അടിച്ച് മറിച്ച് തിരിച്ചിടണം. അപ്പോൾ ഈ തുണി ഇച്ചിരി പിന്നി പോണ തുണി ഇങ്ങനെ 2ആയിട്ട് വെച്ചിട്ടാണ് എടുക്കണം. ഈ ഡ്രസ്സ് വെച്ചിട്ടാണ് തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കി അടിച്ചതിന് ശേഷം കൂടുതൽ കട്ട് ചെയ്ത് കളഞ്ഞ് തിരിച്ച് പറിച്ചെടുക്കണം. കൈയൊക്കെ കൂട്ടി കൈ ലോക്ക് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ നമുക്ക്
സൈഡ് രണ്ടും കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡ് രണ്ടും അതിങ്ങനെ മടക്കിയിടുക. കറക്റ്റ് ഭാഗത്തിന് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ചെസ്റ്റ് 7.5 വേണ്ടത്. 7.5 അവിടെ മാർക്ക് ചെയ്യാം. ഷേപ്പ് ലെങ്ത് നമ്മുടെ കിട്ടിയിരുന്നത് 8.5 അപ്പോൾ ഇതിന് അവർ നമ്മളോട് കസ്റ്റമർ നമ്മളോട് ആദ്യത്തെ അളവിലേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് എടുക്കാണ് ഷേപ്പ് ലെങ്ത്. നേരത്തെ ഞാൻ പറയാൻ വിട്ടു. ഇത് ഷേപ്പിൻ്റെ വണ്ണം 6.25 എടുത്ത് താഴെ നമ്മൾ 7.5 തന്നെയാണ്. അതുപോലെ ബാക്ക് സൈഡ് നമ്മൾ ഫ്രണ്ട് പടി കൂടുതൽ തള്ളി നിൽക്കണം. ഇപ്പുറത്തുനിന്ന് വേണം എടുക്കാനായിട്ട്. 7.5 പടി പുറത്തേക്ക് തള്ളിയിരിക്കണം. താഴെ 7.5. നമ്മൾ 9 ഇഞ്ചിൻ്റെ അവിടെയാണ് ഷേപ്പ് അടയാളത്തിൽ തരുന്നത്. ഷേപ്പ് 6.25. ഈ പടിയുടെ ഇപ്പുറത്തുനിന്ന് 6.25. ഈ പടി അകത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പടി ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. 4 സൈഡും അടയാളപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ സൈഡാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ ഈ പടി ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചേർത്ത് തന്നെ അടയാളപ്പെടുത്താം. 7.5. ഷേപ്പിൻ്റെ ലെങ്ത് 9. 9ൻ്റെ അവിടെ ഷേപ്പ് ലെങ്ത് 6.25. താഴത്തെ 7.5. കൈയുടെ താഴത്തെ വേണം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബോക്സിൽ വേണം 9 ഇഞ്ചാണ് കിട്ടിയാണ്. 4.5. മുകളിൽ 6 തന്നെ. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൂട്ടിയടിക്കണം. നമ്മുടെ ലെങ്ത്ത് 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ബാലൻസ് നമ്മൾ ആദ്യം മടക്കി അടിക്കണം. രണ്ട് വശം താഴെ നമ്മൾ മടക്കി അടിക്കണം. നമ്മൾ ഈ സൈഡ് കൂട്ടാൻ പോവാണ്.